നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് ഞങ്ങളുടെ മെട്രോ മാറ്റിനി ടീമിൻ്റെ ഓണാഘോഷ സെലിബ്രേഷനാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുകയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ന്യൂസിലേക്ക് കിടക്കാം. തനിക്കെതിരായ ലൈംഗികാരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിച്ച് നടൻ നിവിൻ പോളി രംഗത്തെത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ തന്നെ വില്ലന്മാരുണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മറ്റൊന്നുമല്ല, നിവിൻ പോളി തന്നെ തനിക്കെതിരെ ലൈംഗികാരോപണം വന്നപ്പോൾ തന്നെ നിവിൻ പോളി എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. താൻ നിരപരാധി എന്ന് ആവർത്തിച്ചു പറയുകയാണ്. മാത്രമല്ല, സാഹചര്യ തെളിവുകളും അതിനനുസരിച്ചുള്ള എല്ലാം നിവിൻ പോളിക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി നടിമാരാണ് നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയൊക്കെ ലൈംഗിക പീഡന ആരോപണമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് മുകേഷ്, സിദ്ദിഖ്, അതുപോലെ ഇടവേള ബാബു തുടങ്ങിയവരുൾപ്പെടെ ജയസൂര്യ ഉൾപ്പെടെ മുൻകൂർ ജാമ്യം എടുത്ത് നിൽക്കുക ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും മലയാള സിനിമയെ സംബന്ധിച്ച് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭയാനകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് താൻ നിരപരാധി എന്ന് പറഞ്ഞത്. തനിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ താൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ച ഒരു നടൻ കൂടിയാണ് നിവിൻ പോളി. അത് എന്തായാലും ഇപ്പോൾ ഈ ഒരു ആരോപണത്തിന് പിന്നിൽ ഇതൊരു ഗൂഢാലോചനയാണ്, അത് സിനിമയിൽ നിന്നുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന സംശയം ഉണ്ടെന്ന് തന്നെയാണ് നിവിൻ പോളി പറയുന്നത്. ക്രൈംബ്രാഞ്ച് ADGPക്ക് നൽകിയ പരാതിയിലാണ് നിവിൻ ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് അദ്ദേഹം പരാതി നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടിമാരുൾപ്പെടെ നിരവധി പേർ നടന്മാർക്കും സംവിധായകർക്കും എതിരെ ലൈംഗികാരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. അക്കൂട്ടത്തിലാണ് നിവിൻ പോളിയുടെ പേരും ഉയർന്നു വന്നത്. അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ഏവരെയും ഞെട്ടിച്ച ഒരു ആരോപണം. എന്നാൽ ആരോപണം ഉയർന്ന അന്നു തന്നെ ഇക്കാര്യം നിഷേധിച്ച് നിവിൻ പരാതിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നറിയിച്ചിരുന്നു. പിന്നാലെ പരാതിക്കാരിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് തെളിവുമായി വിനീത് ശ്രീനിവാസൻ, നടി പാർവതി കൃഷ്ണ, ഭഗത് മാനുവേൽ തുടങ്ങിയവർ ചിത്രങ്ങളടക്കമാണ് രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിവിൻ നേരിട്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷാണ് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ. അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയാണ് നിവിൻ പരാതി കൈമാറിയത്. തനിക്കെതിരായ പീഡന പരാതി ചതിയാണെന്നാണ് അദ്ദേഹം പരാതിയിൽ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താൻ നിരപരാധിയാണെന്നും പരാതിയിലുണ്ട്. തനിക്കെതിരായ പീഡന പരാതിയിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നിവിൻ പോളി ആവശ്യപ്പെടുകയാണ്. ഈ പീഡന പരാതി എങ്ങനെയുണ്ടായി എന്നതിനെ സംബന്ധിച്ചാണ് അന്വേഷണം വേണ്ടത്. അതിൽ ഗുരുതരമായ ഗൂഢാലോചന നടന്നതായി സംശയിക്കുകയാണ്. സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുകയാണ്. പീഡനാരോപണം വന്ന സമയത്ത് തന്നെ നിവിൻ DGPക്ക് പരാതി ഇമെയിൽ മുഖേന അയച്ചിരുന്നു. കൂടാതെ മുഖ്യമന്ത്രിക്ക് താൻ നിരപരാധി ആണ് എന്നുള്ള ഒരു മെയിലും അയച്ചിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി തൻ്റെ നിരപരാധിത്വം അറിയിച്ചു, ജനങ്ങളോട് അറിയിച്ചു. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഇത്ര കോൺഫിഡൻസോടുകൂടി ഒരാൾ ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഇത്രയും ഇത് വരുമ്പോൾ, അല്ലെങ്കിൽ സഹപ്രവർത്തകർ തന്നെ നിവിൻ ഒന്നും ചെയ്തിട്ടില്ല, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകളുമായി എത്തുകയാണ്. എന്നാൽ മറ്റു നടന്മാരെ അപേക്ഷിച്ച് അങ്ങനെ ആരും ഇതുവരെ വന്നിട്ടില്ല. ഇത് പറയുന്ന തെറ്റാണ് എന്ന് പറഞ്ഞ് ആരും വന്നിട്ടില്ല. നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കൂടുതലും സഹപ്രവർത്തകർ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിവിൻ നിരപരാധിയാണോ എന്നുള്ള ഒരു നിരപരാധിയാണോ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും സിനിമയിൽ തന്നെ വില്ലന്മാരുണ്ടോ? മലയാള സിനിമയുടെ അകത്ത് തന്നെ ഇങ്ങനെയുള്ള ചില അടികൾ, ഭിന്നത, ഇതൊക്കെ നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും കേസ് നടക്കട്ടെ, അന്വേഷണം വരട്ടെ, ഇതിൻ്റെ റിസൾട്ട് വരട്ടെ, എങ്കിൽ മാത്രമേ നമുക്ക് ആരാണ് നിരപരാധി എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.